ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ച തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എൻഡിഎക്ക് ശക്തമായ മുന്നേറ്റം ഉണ്ടാകുമെന്ന് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി വി മുരളീധരൻ. മുതിർന്നവരുടെ വോട്ട് രേഖപ്പെടുത്തലിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. കല്യാശ്ശേരിയിൽ 92 വയസ്സുകാരിയുടെ വോട്ട് CPM ബ്രാഞ്ച് സെക്രട്ടറി രേഖപ്പെടുത്തി എന്ന പരാതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണമുണ്ടായത്. ചന്തു ചന്ദ്രശേഖർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥി വി മുരളീധരന്റെ മണ്ഡല പര്യടനം ഇന്നും പുരോഗമിക്കുകയാണ്. കല്ലമ്പലത്ത് നിന്നാണ് ഇന്ന് അദ്ദേഹത്തിന്റെ മണ്ഡല പര്യടനം ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ യുവാക്കളുടെയും സ്ത്രീജനങ്ങളുടെയും ഒക്കെ അങ്ങനെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയും സ്വീകാര്യതയും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മണ്ഡല പര്യടനം പുരോഗമിക്കുന്നത്. സർ, മണ്ഡല പര്യടനം പുരോഗമിക്കുന്നു. ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങളാണ് തെരഞ്ഞെടുപ്പിന്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ പ്രചാരണം? ഇന്ന് ഈ പര്യടനത്തിന്റെ ഭാഗമായി കിളിമാനൂർ, കടക്കാവൂർ മേഖലകളിലാണ് ഇന്നത്തെ പര്യടനം. ഈ രണ്ട് സ്ഥലങ്ങളിലും ഇത് രണ്ടാം വട്ട പര്യടനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ തവണത്തെ യാത്രയിലും വളരെ ഉത്സാഹവർദ്ധകമായിട്ടുള്ള തരത്തിലുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ജനങ്ങൾ വലിയ തോതിൽ നരേന്ദ്രമോദിജിയുടെ നയങ്ങളും പരിപാടികളും അതിനോടുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്ന രീതിയിലാണ് ജനങ്ങൾ നമ്മുടെ ഈ യാത്രയോട് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നും അതിന് സമാനമായിട്ടുള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കുറെ കൂടി കൂടുതൽ ഉത്സാഹത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രതികരണമാണ് ഞാൻ ഇന്ന് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈ ജനാധിപത്യത്തിന്റെ മഹോത്സവത്തിന് ഇന്ന് തുടക്കമായിരിക്കും. തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ന് ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി സർക്കാരിന്റെ തുടർഭരണത്തിന് എല്ലാ അനുകൂലമായ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വോട്ടെടുപ്പ് ദിവസത്തിൽ എങ്ങനെ പ്രതികരിക്കും? തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ ഇന്ന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നതിൽ ഒന്ന് തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമായി മത്സരിച്ച തമിഴ്നാട്ടിൽ ADMKയും BJPയും ഒരുമിച്ചാണ് മത്സരിച്ചിരുന്നത്. പക്ഷേ ഈ തവണ ADMKയിൽ നിന്ന് വേർപെട്ട് NDA എന്നുള്ള നിലയിൽ തന്നെ BJP നേതൃത്വം നൽകിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പക്ഷേ വളരെ വളരെ ആവേശകരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് വിജയത്തിലെത്തിക്കും എന്നുള്ള ശുഭപ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. സർ, ഈ മുതിർന്നവരുടെ വോട്ടുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ വലിയ ആക്ഷേപം ഉയർന്നുണ്ട്. അവരുടെ വോട്ടുകൾ ശേഖരിക്കുന്നതിലും കൊണ്ടുപോകുന്നതിലുമൊക്കെ വീഴ്ച സംഭവിച്ചു എന്ന തരത്തിൽ ആക്ഷേപം വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ കല്യാശ്ശേരിയിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി ഒരു 92 വയസ്സുള്ള മുതിർന്ന സ്ത്രീയുടെ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ള പരാതിയൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇതിൽ എന്തെങ്കിലും ഒരു അട്ടിമറി നടക്കാനുള്ള സാധ്യത എങ്ങനെയൊക്കെ കാണുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജാഗ്രത പാലിക്കണം. തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ നിഷ്പക്ഷതയിൽ ജനങ്ങൾക്ക് വിശ്വാസം നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്നുണ്ടാകണം. തീർച്ചയായിട്ടും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ മഹോത്സവം, ജനാധിപത്യത്തിന്റെ മഹോത്സവത്തിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം വിധി എഴുതാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. വലിയ സ്വീകാര്യതയോടും ജനപിന്തുണയോടും കൂടിയാണ് അദ്ദേഹത്തിന്റെ മണ്ഡല പര്യടനം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ആറ്റിങ്ങലിൽ നിന്നും നിതിൻ എബിക്കൊപ്പം ചന്തു ചന്ദ്രശേഖർ, ജനം.